ചോസൻ ബൈ മിസ്റ്റേക്ക് എന്നാണ്. റെസ്റ്റോറൻറ്റിന്റെ പേര് തന്നെ ചോസൻ ബൈ മിസ്റ്റേക്ക് എന്നാണ്. ആ റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകത അൽഷൈമേഴ്സ് രോഗികളാണ്. ഓർമ്മ നഷ്ടപ്പെട്ട സ്മൃതി ഭ്രംശം നേരിട്ട അവസ്ഥയിൽപ്പെട്ട രോഗികളല്ല, ആ അവസ്ഥയിൽപ്പെട്ട മനുഷ്യരാണ് അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്നത്, ഓർഡർ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ കയറുന്നത് തന്നെ, ആ ഹോട്ടലിൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ കയറുന്നത് തന്നെ ഇത് അറിഞ്ഞിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നതല്ല നമുക്ക് മുന്നിൽ കിട്ടുന്ന ഡിഷ്. നമ്മൾ എന്ത് ഓർഡർ കൊടുത്താലും അത് കിട്ടില്ല. വേറെ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനമായിരിക്കും നമ്മുടെ തീന്മേശയിലേക്ക് വരിക. പക്ഷെ അവിടെ ആ ഹോട്ടലിന്റെ മുന്നിൽ കയറി വരുമ്പോൾ തന്നെ അതിന്റെ മാനേജ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണമല്ല കിട്ടുന്നത്, പക്ഷേ ഇവിടെ വിളമ്പുന്ന എല്ലാ ഭക്ഷണങ്ങളും അതീവ രുചികരമാണ് എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഈ ഒരു ഉറപ്പാണ് ആ മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിളമ്പുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും രുചികരമാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. വാസ്തവത്തിൽ ജീവിതവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏറെക്കുറെ എന്നല്ല, ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവാഹം കഴിച്ചവർക്ക് ഞാൻ ഈ പറഞ്ഞത് കൂടുതൽ നന്നായി സെൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോസൻ ബൈ മിസ്റ്റേക്ക്. എന്റെ ഭാര്യ കൂട്ടത്തിലുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതമല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് ഏറ്റവും രുചികരമായ ഒരു ഡിഷാണ് എന്ന് കരുതി നിങ്ങൾ ഈ ഭക്ഷണത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ് ദൈവം ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഓർമ്മ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബോധമില്ലാത്ത ഈ മനുഷ്യർ ഈ വിളമ്പുന്ന വിഭവങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല എങ്കിലും നമ്മൾ അതിനെ ഓർമ്മിച്ചെടുക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തതല്ല എനിക്ക് കിട്ടുന്നത് എന്ന ഓർമ്മയിൽ നിന്ന് നമ്മൾ ഒരു രുചിയെ ഉത്പാദിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മളെ എല്ലാവരുടെയും യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമ്മുടെ വീടുകളിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. നമ്മളെല്ലാവരുടെയും യാത്ര, ജീവിതത്തിലായാലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലും യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും എല്ലാം നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ വീട്ടിലാണ്. എവിടേക്കെങ്കിലും ഒരു യാത്ര പുറപ്പെട്ടു പോവുകയും മടങ്ങി ആ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഓരോ യാത്രകളുടെയും അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിനി മരണപ്പെട്ടാലും അവസാനത്തെ യാത്ര വീട്ടിൽ കൊണ്ടുവന്നൊന്ന് വെച്ച് പൊതുദർശനം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ യാത്രകളും തുടങ്ങുന്നതും അത് അവസാനിക്കുന്നതും വീട്ടിലാണ്, കുടുംബത്തിലാണ് എന്ന് പറയുന്നത് പോലെ ഒരു കൂടിച്ചേരലാണ് വാസ്തവത്തിൽ ഈ ഓണക്കാലത്ത് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മാട്ടേൽ കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബയോഗത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു തുള്ളി കണ്ണീരോ, ഒരു തുള്ളി ചിരിയോ, ഒരു തുള്ളി ഏതെങ്കിലും ഒരു വികാരമോ കൊണ്ടുപോകാതെ നിങ്ങൾ ഈ ദിവസം ഇവിടെ വിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ദിവസം നിങ്ങൾക്ക് നഷ്ടമായി എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു തുള്ളി കണ്ണീരോ, ഒരു തുള്ളി ചിരിയോ, അല്ലെങ്കിൽ ഒരു തുള്ളി വേണ്ട, ഒരു കവിൾ ചിരിയോ, ഒരു നേർത്ത നോട്ടമോ, ഒരു സ്പർശമോ കിട്ടാതെ നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ട് വിട്ടു പോവുകയാണെങ്കിൽ ഇത് ഇത്രയും ഒരുക്കം നടത്തിയവരുടെ പ്രയത്നത്തിനും അതുപോലെ ഈ കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മയുടെയും ഒരു അന്തസ്സിനെ കണിക്കുന്ന ഒരു പരിപാടിയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും ഈ ഇത്രയും നേരം, ഞാൻ രാവിലെ കുറച്ച് വൈകിയാണ് വന്നത്, നമ്മൾ ഇത്രയും നേരം ഇവിടെ തന്നെ ആയിരിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മളെ ഈ കൂട്ടിച്ചേർന്ന് നിർത്തുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്. ഈ കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സ്പിരിറ്റിന്റെ, ഈ ഒരു ഐക്യത്തിന്റെ ഒരു പെർസോണിഫിക്കേഷനാണ്, ഐക്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് കുമ്പളത്ത് വെച്ചൊരു 8 മാസം മുമ്പ് ഒരു ഐക്യപ്പെടൽ നടന്നിട്ടുണ്ടായിരുന്നു. തൊടുകൽ റിസോർട്ടിൽ വെച്ച്. ശരിക്കും ഞാൻ അന്ന് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു അത്യാവശ്യം മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളാണ് തീർച്ചയായും കുടുംബത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
നമ്മൾ ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ അക്നോളജ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഇന്ന് പുരസ്കൃതരായിട്ടുള്ള ഇവിടെ സമ്മാനം ലഭിക്കാൻ പോകുന്ന 4-5 കുട്ടികളുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അംഗീകാരം കിട്ടേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കണം. കുടുംബക്കാര് വലിയ വിലയൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഊർജ്ജം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെ ആദ്യം തിരിച്ചറിയേണ്ടത് കുടുംബക്കാരാണ്. കുടുംബം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ആ അർത്ഥത്തിൽ എനിക്കിന്ന് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒരു വൈസ് ചാൻസലറൊക്കെ ആയിത്തീരാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നൊക്കെ എന്നെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കും എൻ്റെ വലിയൊരു ആഗ്രഹം അതാണ്. നടക്കുമെന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് തീർച്ചയായിട്ടും